നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 19 ശനിയാഴ്ച, കർക്കടകം 3. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കാൻ പോകുന്നു. അതുപോലെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് വരും മണിക്കൂറുകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതടക്കം പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് സ്കൂളിലെ പ്രധാന അധ്യാപികയെ ഇന്നലെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഡിഇഒയുടെ ചുമതല വഹിക്കുന്ന AU ആന്റണി പീറ്ററിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. ഇദ്ദേഹം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ മാനേജ്മെന്റിനും നോട്ടീസ് നൽകി. കൊല്ലത്തേതിന് സമാനമായി എറണാകുളത്തും സ്കൂളിന് മുകളിൽ വൈദ്യുതി കമ്പി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശം പാലിക്കാതെ അങ്കമാലി കോതകുളങ്ങര ഗവൺമെന്റ് LP സ്കൂൾ അപകടാവസ്ഥയിലായ സാഹചര്യമാണുള്ളത്. സ്കൂളിന്റെ മേൽക്കൂരയുടെ പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ മാസമാണ്. KCB അധികൃതരുമായി ഈ വിഷയം ചർച്ച ചെയ്തെന്ന് പ്രധാന അധ്യാപിക 24നോട് പറഞ്ഞു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മിഥുന്റെ മരണം ഷോക്കേറ്റാണ് വിദ്യാർത്ഥി മരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നിർദ്ദേശമുണ്ടായിരുന്നു, സ്കൂളിന് തൊട്ടടുത്തായിട്ടുള്ള 2 മീറ്റർ അകലത്തിലുള്ള എല്ലാ വൈദ്യുതി ലൈനുകളും മാറ്റണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് KCB അറിയിക്കണം എന്ന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെച്ചിരുന്നു. ഇപ്പോൾ ഞാനുള്ളത് ഗവൺമെന്റ് LPS ആണ്. കോതകുളങ്ങര അങ്കമാലിയിലെ ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിലാണുള്ളത്. ഇവിടെയും ഉള്ള സമാനമായിട്ടുള്ള ഒരു സംഭവമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് തൊട്ടു മുകളിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് വൈദ്യുതി ലൈനുകൾ പോകുന്നത്. ഇതിനകത്ത് സ്വിച്ച് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും പിടിക്കരുതെന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് KCB അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലേക്ക് ഈ മേൽക്കൂര നേരത്തെ തന്നെ അപകട ഭീഷണിയൊക്കെ ഉയർത്തിയിരുന്നു. അപകട ഭീഷണി ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന മുനിസിപ്പാലിറ്റിയുമായി ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ സംസാരിച്ച് ഈ മേൽക്കൂരകളെല്ലാം മാറ്റി സ്ഥാപിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും ഒരു മാറാൻ നിൽക്കുന്ന ഒരു പ്രശ്നം എന്നത് ഇതിൽ കൂടി ഇപ്പോഴും വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡം പാലിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കൂൾ അധികൃതർ ഇപ്പോൾ KCBയുമായി സംസാരിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് ആയിട്ടുള്ള മിനി പോൾ 24നോടൊപ്പം ചേരുകയാണ്. ഒരു വലിയ പ്രശ്നം നമുക്കറിയാം, കൊല്ലത്ത് ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മേഡം KCB ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പറയുന്നത്? അല്ല, ഞാൻ KCB അധികാരികളെ വിളിക്കുകയും നമ്മുടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. KCB ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു ആശങ്ക പ്രദേശവാസികൾ ഒപ്പം തന്നെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഹെഡ് മിസ്ട്രസ് KCB അധികൃതരുമായി സംസാരിച്ചു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു മിഥുൻ കൂടി ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് വൈദ്യുതി വകുപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അതൊരു പ്രശ്നമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്കമാലിയിൽ നിന്നും സ്വാതി കൃഷ്ണപ്പം, YS അഭിനന്ദ്, 24. ശരി, മിഥുന്റെ അവസ്ഥ ഇനിയൊരു കുട്ടിക്കും നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മിഥുന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇനിയൊരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ സങ്കടകരമായ കാഴ്ച എന്നത് സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഫിറ്റ്നസ് നൽകുന്ന അടക്കമുള്ള നടപടികളുടെ ഭാഗമായുള്ള പരിശോധനയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അതെന്താണ്, ഏത് രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇനി ഒരു മിഥുൻ ആവർത്തിക്കാതിരിക്കട്ടെ. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം മനീഷ് മഹിവാലിലേക്കാണ്. മനീഷ്, ഇന്ന് വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ജില്ലകൾ ഏത് തരത്തിൽ ജാഗ്രത പുലർത്തണം? വരും മണിക്കൂറുകളിൽ തുടർന്നുള്ള വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും? എന്താണ് കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? മനീഷ് മഹിവാൽ. വിജിത്ത്, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അനുസരിച്ച് നാളെ വരെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ്. പക്ഷേ
നിലവിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ടാണ് മഴയുടെ തോത് കുറഞ്ഞു വരുന്നത്. വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് അതിരൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള മഴ 2 ദിവസമായി കനക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 3 ജില്ലകളിൽ പ്രധാനമായും റെഡ് അലേർട്ട് ഉണ്ട്. മലപ്പുറം ഒപ്പം തന്നെ വയനാട് 3 ജില്ലകളിലുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മധ്യ കേരളത്തിലാണ് മഴയുടെ തോത് കുറഞ്ഞു വരുന്നതെങ്കിൽ മധ്യ കേരളത്തിൽ അവിടെ ഓറഞ്ച് അലേർട്ടാണ്. തൃശ്ശൂർ, എറണാകുളം തുടങ്ങിയിട്ടുള്ള പാലക്കാട് ജില്ലകൾ, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ അവിടെ ഓറഞ്ച് അലേർട്ടാണ്. തെക്കോട്ട് വരുമ്പോൾ മഴയുടെ തോത് കുറയുന്നുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ ഇവിടെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളും എല്ലാ ജനങ്ങളും അതീവ രീതിയിലുള്ള ജാഗ്രത പുലർത്തുക. പ്രത്യേകിച്ചും മലയോര മേഖലയൊക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള മേഖലയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഒരു നിലയിലാണ് താമസിക്കുന്നതെങ്കിൽ അവർ പകൽ സമയം തന്നെ ആ രീതിയിൽ എത്രയും വേഗം താമസം മാറ്റാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി വെക്കണം. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സഹായിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ 2 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് തീരദേശ മേഖലയിൽ, എല്ലാ ജില്ലയിലും തീരദേശ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തണം. പക്ഷേ ഈ 2 ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ജില്ലകളിലുള്ള തീരദേശവാസികളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് നിലവിൽ ട്രോളിംഗ് നിരോധനം അല്ലെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പോകാം, അല്ലാതുള്ള വലിയ മത്സ്യയാനങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയിൽ മഴ മുന്നറിയിപ്പുകൾ ഞായറാഴ്ച വരെയാണുള്ളതെങ്കിൽ കൂടി പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ അത് അടുത്ത ദിവസങ്ങൾ കൂടി, അതായത് ഞായർ കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക് കൂടി മഴ കനക്കാനുള്ള പുതിയ മുന്നറിയിപ്പ് കൂടി നൽകിയേക്കാം. സംസ്ഥാനത്തൊട്ടാകെ മഴ അതിശക്തമാവുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനീഷ് പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. മനീഷ് നേരത്തെ 4 ജില്ലകളാണ് പറഞ്ഞത്, 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, ഈ വടക്കൻ കേരളത്തിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെല്ലാം തന്നെ. അപ്പോൾ ഇന്ന് രാവിലെയുള്ള അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇന്നലെ രാത്രി മുഴുവൻ എറണാകുളത്തൊക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു. വെളുപ്പാങ്കാലം മുതൽ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് കരുതലോടെ ഇരിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സ്മിത. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലബാർ മേഖലയിൽ നല്ല രീതിയിലുള്ള മഴയുണ്ട്. പക്ഷേ അത് തുടർച്ചയായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയല്ല ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇടവിട്ട് ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മേഖലകളിലാണ് മഴ ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ മഴയുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള മഴ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചാറ്റൽ മഴയാണ് പല സ്ഥലങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഇന്ന് റെഡ് അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ജില്ലയിൽ അവധിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നിലവിൽ എന്തായാലും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അതേ സമയത്ത് വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് അറിയിച്ചിട്ടുണ്ട്. വടകര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും എന്ന ഒരു അറിയിപ്പും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജില്ലയുടെ മറ്റ് മേഖലകളിലൊന്നും തന്നെ കാര്യമായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വയനാട്, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഇത്തരത്തിൽ റെഡ് അലേർട്ടാണ്. പക്ഷേ അവിടങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അതായത് കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ശരി, വടക്കൻ ജില്ലകളെല്ലാം തന്നെ പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിശക്തമായ മഴ തുടരാനാണ് സാധ്യത ആ മേഖലയിൽ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. തുടർന്ന് വരും മണിക്കൂറുകളിലും സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നാണ് ആ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പേർ ഏതൊക്കെ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
എറണാകുളം ജില്ലയിൽ പല പ്രദേശങ്ങളിലും ശക്തമായ മഴ ഇന്ന് വെളുപ്പിന് മുതൽ തുടരുകയാണ്. YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, എറണാകുളം നഗരത്തിൽ നല്ല മഴയുണ്ട്, മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഒരു സാഹചര്യം? നമുക്കറിയാം, കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകാനുള്ളൊരു സാധ്യത, ഗതാഗത തടസ്സമുണ്ടാകാറുണ്ട് സാധാരണയായി. പുഴയുടെ നദീതീരത്തൊക്കെ താമസിക്കുന്നവർക്ക് എന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്, പറയൂ. സ്മിത, രാവിലെ മുതലാണ് കൊച്ചി നഗരത്തിൽ ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളായ കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള പ്രദേശങ്ങളും ചെറിയ തോതിൽ മഴ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റ് അവധികളൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ തന്നെ നമുക്കറിയാം, KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ ചെറിയ ഒരു മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അത് ചെറിയ തോതിൽ അവിടെ വെള്ളക്കെട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയൊക്കെ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള മഴ ഇന്നലെ പെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ മഴ വീണ്ടും തുടരുകയാണ്. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. സ്മിത, പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കേരള സർവകലാശാലയിലെ അധികാരപ്പോര് സമവായത്തിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും VC മോഹനൻ കുന്നുമ്മലുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തി. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യത്തോട് അനുഭാവ നിലപാടാണ് വൈസ് ചാൻസലർക്കുള്ളത് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ജൂലൈ 27 മുമ്പ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നപരിഹാരം കണ്ടെത്താനായിരിക്കും സർക്കാരിന്റെ നീക്കം. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് സിൻഡിക്കേറ്റും VCയും. ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 10 മണിക്ക് ചേരുന്ന സെനറ്റ് യോഗത്തിൽ KSU നേതാവിന് മാർക്ക് ദാനം ചെയ്തു എന്ന SFI ആരോപണം, വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിലെ വിവാദം എന്നിവ പ്രധാന ചർച്ചയായേക്കും. കൂടാതെ VCയുടെ സംഘപരിവാർ ബന്ധമെന്ന ആരോപണം സെനറ്റിൽ ഉന്നയിക്കാനാണ് ഇടത് സെനറ്റ് അംഗങ്ങളുടെ നീക്കം. അയൽവാസികളായ ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. എറണാകുളം വടുതലയ്ക്ക് സമീപം ലൂർദ് ആശുപത്രിക്ക് പിന്നിലെ ഗോൾഡൻ സ്ട്രീറ്റിലാണ് ഇന്നലെ രാത്രിയോടെ ഈ സംഭവം ഉണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറിന്റെയും ഭാര്യ മേരിക്കുട്ടിയുടെയും ആരോഗ്യനില വിദഗ്ധ സംഘം പരിശോധിച്ചു വരികയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസൊക്കെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അഭിനന്ദ്? റിജിത്ത്, ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് എറണാകുളം വടുതല ഗോൾഡൻ സ്ട്രീറ്റിൽ വെച്ച് അയൽവാസികളായിട്ടുള്ള ദമ്പതികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. പെട്രോൾ ഒഴിച്ച് സ്കൂട്ടറിൽ പള്ളിപ്പെരുന്നാളിന് ശേഷം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ പെട്രോൾ ഒഴിച്ചായിരുന്നു ഇത്തരത്തിലേക്ക് ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ക്രിസ്റ്റഫറിനെ മേരിയും ലൂർദ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ ക്രിസ്റ്റഫറിന് 50% പൊള്ളലും ഏറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ മേരിക്ക് 10% പൊള്ളലുമാണ് ഏറ്റിട്ടുള്ളത്. മേരിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നു എന്ന് തന്നെയാണ് ലൂർദ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ക്രിസ്റ്റഫറിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം തന്നെ ഇവരെ ആക്രമിച്ചതിന് ശേഷം നാട്ടുകാർ എറണാകുളം നോർത്ത് പോലീസിന് വിവരമറിയിക്കുന്നു. നോർത്ത് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഇയാൾ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് തൂങ്ങി മരിച്ച നിലയിലാണ് വില്യത്തിനെ കാണുന്നത്. ശേഷം വില്യം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ കൈമാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർ തമ്മിൽ നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, വാക്കുതർക്കമുണ്ടായിരുന്നു. മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം പരാതി വന്ന സമയത്തൊക്കെ ഇവർ തമ്മിൽ കലഹിച്ചിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായ വാക്കുതർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലേക്ക് ആക്രമണത്തിലേക്ക് നയിക്കുകയും ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യത്തിൽ എന്നാലും ക്രിസ്റ്റഫറിനെ മേരിയും ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ലൂർദ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിന് തുടർ നടപടികൾ ഉണ്ടാകും. ഇന്ന് വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തിയതിനു ശേഷം സംഭവ സ്ഥലത്ത് കൃത്യമായി സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് മരിച്ച വില്യംസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. റിജിത്ത്, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയിലെ ലേഖനത്തെ വിമർശിച്ച് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ്. ഓണം ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട് സമസ്ത അഭിപ്രായം പറയാൻ തീരുമാനിച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ്. ചില മാധ്യമങ്ങളുടെ വാർത്ത വർഗീയ ചേരിതിരിവിന് ഇടയാക്കുന്നതാണെന്നും വിമർശനം.
സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലാണ് സമസ്ത. ഇതിനിടയിലാണ് ചില മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമൊക്കെ സമസ്തയ്ക്കെതിരെ ചില വാർത്തകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദീപികയിൽ ഒരു ലേഖനം കൂടി വന്നിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SKSF-ന്റെ ജനറൽ സെക്രട്ടറി OP അഷ്റഫ് 24-നോടൊപ്പം ചെയ്യുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോപ്പഗണ്ടകൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സ്കൂൾ സമയമാറ്റം എന്നത് ഏതെങ്കിലും ഒരു മത വിഷയമായിട്ട് മാത്രമല്ല ഇവിടെ സമസ്ത മാത്രമല്ല മറ്റുള്ള ആളുകളും അതിനെ കാണുന്നത്. 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അവരുടെ മതപഠന വിഷയത്തെക്കുറിച്ച് സമസ്ത പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സമസ്ത ഇടപെട്ടിട്ടുള്ളത്. ധാരാളം പൊതുവിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തി കാണിച്ചാണ് ഞങ്ങൾ ഈ വിഷയത്തെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വിപരീതമായിട്ടുള്ള ചില വാർത്തകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ലീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതു അവധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുമൊക്കെ സമസ്ത കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റായ ഒരു വാർത്തയും തെറ്റായ രീതിയുമാണ്. സർക്കാരിൻ്റെ ചർച്ചകൾ വരുന്ന സമയത്ത് സർക്കാരിൻ്റെ മുമ്പിൽ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് സമസ്തയുടെ ഉന്നത ബോഡിയാണ്. അവർ കൂടിയാലോചിച്ച് അതത് സമയത്ത് അത് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടാകാറുള്ളത്. ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം അതൊരു വർഗീയ ചേരിതിരിവിന് ഇടയാക്കും എന്നുള്ള ഒരു ആശങ്ക സംസ്ഥയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും വർഗീയ ചേരിതിരിവിന് ഇടയാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നാളിതുവരെയായിട്ട് സമസ്തകളുടെ ജമിയത്തുലമ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു സർക്കാരിൻ്റെ മുമ്പിൽ ഇവിടുത്തെ പൗരന്മാർക്ക് പറയാനുള്ള അവകാശം, ആ അവകാശത്തിൻ്റെ പുറത്ത് മാത്രമാണ് സമസ്ത ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. ഒരു ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള ഇടപെടലുകളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത് അപലപനീയവും വളരെ നീചമായ പ്രവൃത്തിയുമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരം പ്രചാരണങ്ങളുമായി വരുന്നവർ വളരെ കരുതലോടുകൂടെ വേണം ഇത്തരം പ്രചാരണം നടത്താൻ. ഒരു സമുദായത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താനോ മറ്റോ നിൽക്കരുത്. ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു വിധത്തിലും മറ്റ് മതസ്ഥരെയോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളെയോ ബാധിക്കാത്ത വിധത്തിൽ തന്നെയായിരിക്കും സംസ്ഥ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കുക എന്നുകൂടി OP അഷ്റഫ് വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് അഭിലാഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വെറ്റിലയ്ക്ക് മതിയായ വില ലഭിക്കാത്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. വിലയിടിവിൽ പ്രതിഷേധിച്ച് 100 കണക്കിന് വെറ്റിലക്കെട്ടുകളാണ് കൊട്ടാരക്കരയിലെ കലയപുരം മാർക്കറ്റിൽ കർഷകർ ഡീസൽ ഒഴിച്ച് നശിപ്പിച്ചത്. ഒരു കാലത്ത് കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതായിരുന്നു വെറ്റില കൃഷി. കൊല്ലത്ത് കുളക്കട, മൈലം, പട്ടാഴി, തലവൂർ എന്നീ 4 പഞ്ചായത്തുകളിൽ മാത്രം 100 കണക്കിന് കർഷകരാണ് വെറ്റില കൃഷി ഉപജീവനമാക്കിയിട്ടുള്ളത്. 80 വെറ്റില വീതമുള്ള 100 കണക്കിന് വെറ്റിലക്കെട്ടുകളുമായാണ് കർഷകർ പതിവായി കലയപുരം ചന്തയിലെത്തുക. ഇടനില വ്യാപാരികൾ കെട്ടൊന്നിന് 90 രൂപയ്ക്ക് വരെയാണ് വിൽപ്പന നടത്തുക. ഈ വെറ്റില വെറും 10 രൂപ നൽകി ശേഖരിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രതിഷേധമുയർന്നത്. കടുത്ത ചൂഷണമെന്ന് കർഷകർ. കഴിഞ്ഞ വർഷം 300 രൂപ എന്ന സ്ഥാനത്താണ് ഇപ്പം 60 രൂപ, 50 രൂപ, 40 രൂപ എന്ന രീതിയിൽ വെറ്റയുടെ വില പോകുന്നത്. ഇത് വലിയൊരു മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇതിപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇത് കർഷകരെ മൊത്തം ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചന്തകളിലും വരുന്ന ഇടനിലക്കാരാണ് ഇതിനകത്ത് ലാഭങ്ങൾ കൊയ്യുന്നത്. കർഷകർ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുകയാണ്. ഒരു കെട്ടിന് ശരാശരി 70 രൂപ വരെ കിട്ടേണ്ടിടത്താണ് ഇടനിലക്കാർ 10 രൂപ പറഞ്ഞതോടെ ഉൽപാദന ചെലവ് പോലും മുതലാകാതെ കർഷകർ 7500ഓളം കെട്ട് വെറ്റില ഡീസൽ ഒഴിച്ച് നശിപ്പിച്ചത്. വെറ്റയ്ക്ക് ഒരു കെട്ട് വെറ്റയ്ക്ക് 10 രൂപ വില അവർ പറഞ്ഞു. നമ്മൾ പറഞ്ഞു 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവരെ 90, 100, 120 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കൃഷിക്കാരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നൊരു നിലപാട് ഈ മുതലാളിമാരെടുത്തപ്പം നമ്മൾ കൃഷിക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വ്യക്തികൾ പോലും വെറ്റ തരുന്നില്ല, ഞങ്ങൾ ചന്തയെ ഇത് ഉപേക്ഷിച്ചിട്ട് പോവുക എന്നൊരു നിലപാട് ഞങ്ങൾ എടുക്കുകയും ഞങ്ങളെല്ലാവരും കൂടെ ഇതിവിടെ വാരി കൂട്ടി ഡീസൽ ഒഴിക്കുകയും ചെയ്തു. മതിയായ വില ലഭിക്കാത്തതിനാൽ പല കർഷകരും വെറ്റില കൃഷിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. 24 കൊട്ടാരക്കര. ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച കരാർ തൊഴിലാളിയുടെ കുടുംബത്തിന് കിടപ്പാടമൊരുക്കി KSEB ജീവനക്കാരും കരാർ തൊഴിലാളികളും. കൊല്ലം പുനലൂർ ഇലക്ട്രിക്കൽ സെഷനിലെ ജോലിക്കാരനായിരുന്ന നരിക്കൽ സ്വദേശി സെൽവകുമാറിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് അടച്ചുറപ്പുള്ള മനോഹരമായ വീട് നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈ 22-നാണ് ജോലിക്കിടെ സെൽവകുമാർ ഷോക്കേറ്റ് മരിച്ചത്.
സെൽവകുമാറിന്റെ മരണത്തോടെ ജീവിതം ഇരുളടഞ്ഞ ഭാര്യയെയും മക്കളെയും KSEB പുനലൂർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും കരാർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒന്നടങ്കം ചേർത്തുപിടിച്ചു. ഭാര്യ രമയ്ക്ക് പുനലൂർ സെക്ഷൻ ഓഫീസിൽ താൽക്കാലിക ജോലി, പിന്നാലെ മനോഹരമായ വീടും, അതും സെൽവകുമാറിന്റെ വേർപാടിന് ഒരാണ്ട് തികയും മുമ്പേ. പുനലൂർ സെക്ഷനിലെ ഒരു വൈദ്യുതാപകടത്തെ തുടർന്ന് ശ്രീ സെൽവകുമാർ അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ പത്നിക്കും 2 കുഞ്ഞുമക്കൾക്കും ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വെച്ച് അതിൻ്റെ ഒരു താക്കോൽദാന ചടങ്ങാണ് ഇന്നിവിടെ പോയി നടന്നത്. പുനലൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ താക്കോൽ കൈമാറി. ചേർത്തുപിടിച്ചവരോട് നന്ദി പറഞ്ഞ സെൽവകുമാറിന്റെ കുടുംബവും. എനിക്കും കുഞ്ഞിനൊക്കെ കയറി താമസിക്കാൻ KSEB ഒരു വീട് വെച്ച് തന്നു. ഇത് വളരെ നന്ദിയുണ്ട്. പിന്നെ ചേട്ടന് പകരം ആവില്ല. 650 സ്ക്വയർ ഫീറ്റിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. വീടിനൊപ്പം വീട്ടുപകരണങ്ങളും സമ്മാനിച്ചു. 24 കൊട്ടാരക്കര. ലഹരിക്കെതിരെ പോരാടാൻ ഇടുക്കി മുണ്ടിയെരുമയിൽ അണിചേർന്നത് 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. കല്ലാർ ഗവൺമെന്റ് സ്കൂളിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു നാടൊന്നാകെ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തത്. കരുതലിന്റെ ചങ്ങല കരുത്തുറ്റ കല്ലാറിനെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല ഒരുക്കിയത്. അധ്യാപകരും രക്ഷിതാക്കളും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ലഹരി വിരുദ്ധ ചങ്ങലയിൽ അണിചേർന്നു. എൻ്റെ ജീവിതം എന്നത് മയക്കുമരുന്ന് ലഹരിക്കെതിരെ പോരാടാനുള്ളതാണ്. മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്താണെന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പട്ടം കോളനിയെ ലഹരി മുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ലഹരിക്കെതിരെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ നേതൃത്വം കൊടുക്കുന്നത്. ഇടുക്കിയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളാണ് കല്ലാറിലേത്. അക്കാഡമിക് കാര്യങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ലഹരിക്കെതിരെയും മറ്റ് സാമൂഹികമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെയും ഞങ്ങൾ ശക്തമായി പൊരുതുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കെതിരെ പല കലാപരിപാടിയിൽ ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയ്ക്ക് പട്ടം താണുപിള്ള കർഷകരെ കുടിയിരുത്തിയ പട്ടം കോളനിയിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ തുടക്കമാണ് മനുഷ്യച്ചങ്ങല. 1 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് പട്ടം കോളനിയെ ലഹരി മുക്തമാക്കുകയാണ് ലക്ഷ്യം. 24 ഇടുക്കി. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ വീട് മാറി താമസിക്കാൻ ഒരുങ്ങുകയാണ് ഗർഭിണിയായ യുവതി. തൃശൂർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ കരിക്ക റോഡാണ് പൂർണ്ണമായും തകർന്നത്. നിരവധി കുടുംബങ്ങളാണ് റോഡ് തകർന്നതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യമെന്ന് വിശദമായി പരിശോധിക്കാം. തൃശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഒരു റോഡ് തകർന്നാൽ പല വിധത്തിലാണ് ആളുകളെ ബാധിക്കുക. പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പറഞ്ഞറിയിക്കുകയേ വേണ്ട. ഞാനിപ്പോൾ ഉള്ളത് ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരിയിലെ കരിക്ക എന്ന് പറയുന്ന റോഡിലാണ്. ഈ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. ഇതോടുകൂടി വീട് വിട്ട് മാറി താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് 9 മാസം ഗർഭിണിയായ യുവതി. സുലേഖ കമറുദ്ദീൻ ദമ്പതികളുടെ മകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. ഏതൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി താമസിക്കാനുള്ള തീരുമാനം എടുത്തു? ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വണ്ടി വരില്ല. ഡോക്ടറെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി പെട്ടെന്ന് വല്ല ആസ്പത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഈ റോഡിൻ്റെ അവസ്ഥ എന്താ ഇവിടെ? റോഡ് കുറേ കാലമായിട്ട് ഞങ്ങൾ എല്ലാവരോടും പറയണു, പക്ഷെ ആരും അതിനെ ഉൾക്കൊള്ളുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ നമ്മളുടെ മോളുടെ ആവശ്യം വന്ന അവരോട് ഞാൻ പറഞ്ഞു, അപ്പോൾ മുസ്താദൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും പറയണില്ല. എല്ലാവരും എന്തൊരു മാറി. അവരെന്തായാലും എൻ്റെ മോളെ എൻ്റെ ഭർത്താവിൻ്റെ മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞേക്കായിട്ടാണ്. കാരണം അവരാകുമ്പോൾ അവർക്കൊരു വിഷമം. ഇതിങ്ങനെ ആകുമ്പോൾ അവർ വരാതെ ഇങ്ങോട്ട് വരും. അവരോട് വരുന്നുള്ളൂ. കാരണം വണ്ടി വിളിച്ച് വണ്ടികൾ വരുന്നില്ല. ഒരു വണ്ടി വിളിച്ചാൽ വരുന്നില്ല. ഒരു ഓട്ടോറിക്ഷ പോലും വരുന്നില്ല. ബൈക്ക് കഷ്ടിച്ചിങ്ങനെ പോരും. അതോടത്തെ അവസ്ഥ. ഇത് ഒന്നെങ്കിലും തുടങ്ങിയൊന്നല്ല. കാലങ്ങളോളം റോഡുകൾ മോശമായി കൊടുക്കണം. പലരോടും പറഞ്ഞു, പക്ഷെ ആരും അതിന് എന്താ അതിന് പറയാം. അത്രയും ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് റോഡ് ടാർ ചെയ്യുന്നതിനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോയതാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോയി എന്നുള്ളതാണ് വാർഡ് മെമ്പർ വിശദീകരിക്കുന്നത്. പക്ഷെ അത് നടപ്പാകാതെ പോയി. അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അല്ലേ? അതെ, കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയ റോഡുകളാണ് കരിക്ക റോഡ്, ഓടുപാറക്കുന്ന് റോഡ്, മറ്റേ ചേക്കാവുംപടി കുളമ്പിൽ റോഡ്, അങ്ങനെ 3-4 റോഡുകൾ. ഇവിടെ ഈ ജൽജീവൻ മിഷൻ്റെ വർക്ക് 3 വർഷത്തോളം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട്
കഴിഞ്ഞിടത്ത് നിങ്ങളുടെ റോഡുകളെല്ലാം പൊട്ടിപ്പോളുന്ന രീതിയിലാണ്. ഇവിടുന്ന് നിരന്തരം ആളുകൾ എന്നെ വിളിക്കും. ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അവരുടെ മുന്നിൽ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് ഇതിനെതിരെ പല സമരങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതിപക്ഷ മെമ്പർമാരോടുള്ളൊരു അവഗണനയാണ് കൂടുതലായിട്ടും അവിടെ കാണിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഈ സാധാരണ മനുഷ്യരാണ്. അവരുടെ വഴി നടക്കാനുള്ള അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. സൂരജ് ജി, 24. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായതിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ആശുപത്രി സൂപ്രണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. OP കൗണ്ടറിന് മുന്നിലെ റോഡ് ചെളിക്കുളമായതിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം 24 നേരത്തെ വാർത്തയാക്കിയിരുന്നു. 24 ഇംപാക്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷഹദ്, ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ എത്രയോ പേർ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളുമാകുന്നു. എന്താണ് നിർദ്ദേശം വന്നിട്ടുള്ളത്? സ്മിത, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിപ്പോർട്ടർ മിഥില ബാലനായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് നമ്മുടെ പൊതുജനത്തിൽ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയും അവിടുത്തെ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ മാസം 29 നടക്കുന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുള്ളത്. അതായത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് ബീച്ച് ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. OP ടിക്കറ്റിന് കൗണ്ടറിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഒപ്പം തന്നെ റോഡ് പൂർണ്ണമായിട്ടും പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. നമുക്കറിയാം, നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് രോഗം മാറുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പോകുന്ന ഘട്ടത്തിൽ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് അതിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് തെരുവുനായ ശല്യമൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതും ഈ ആശുപത്രിയോട് ചേർന്ന് ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് ഇത്തരത്തിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്താണ് വലിയ രീതിയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയും റോഡ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്തയെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് പിന്നീട് ഇടപെട്ട് അവിടെ പ്രതിഷേധിക്കാൻ എത്തിയ ആളുകളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സൂപ്രണ്ടിനോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 1 കോടി രൂപ ഈ റോഡിന്റെ നിർമ്മാണത്തിനായിട്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ തുക വകമാറ്റി ചെലവഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വീണ്ടും ആ റോഡ് നിർമ്മാണത്തിനായിട്ട് വീണ്ടും ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഉടൻ ഇതിന്റെ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 29 നടക്കുന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ. രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്, അവിടെയാണ് ഇങ്ങനെ ഒരു സാഹചര്യമുള്ളത്. രോഗം എന്നത് തന്നെ ഒരു വലിയ ദുരിതമാണ്. അതിന് ചികിത്സയ്ക്ക് എത്തുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ദുരിതം എന്നുള്ള സാഹചര്യം അത് ഉടൻ മാറേണ്ടതാണ്. എന്തായാലും ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്, ഒരു പരിഹാരം ഉണ്ടാവട്ടെ. കോഴിക്കോട് കാവിലുംപാറയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വയ്ക്കും. നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷംനാസ് വ്യക്തമാക്കി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വനംവകുപ്പിന്റെ നടപടി. ഇന്നലെ വൈകിട്ടാണ് ദമ്പതികളായ തങ്കച്ചൻ, ആനി എന്നിവർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇരുവരും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂരിൽ കിണറ്റിൽ വീണ മാൻകുട്ടിയെ CPR നൽകി രക്ഷപ്പെടുത്തി. പട്ടിക്കാട് ചെന്നായിപ്പാറയിൽ ആന്റണിയുടെ കിണറ്റിലാണ് മാൻകുട്ടി വീണത്. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആദ്യം അത് കാണാം. അയ്യോ, വേഗം ഇറങ്ങടാ. മോനെ എങ്ങനെയും പിടിച്ചേക്ക്. ഇതൊക്കെ ഇട്ട് ചാട്, എടുത്ത് ചാട്. മുങ്ങിയടാ. സുരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. പാവം, അതിനെ രക്ഷപ്പെടുത്തിയല്ലോ. TK സ്മിത, അതെ, സന്തോഷം നൽകുന്ന ഒരു ദൃശ്യം തന്നെയാണിത്. ഇന്നലെ വൈകുന്നേരമാണ് പട്ടിക്കാട് ചെന്നായപ്പാറയിൽ ഈ കിണറ്റിൽ ഈ മാൻകുട്ടി വീഴുന്നത്.
ഈ മാൻകുട്ടി വീണ വിവരം പട്ടിക്കാട് റേഞ്ചിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുകയായിരുന്നു. അങ്ങനെ BFO അനിൽകുമാർ, പ്രവീൺ, വിജേഷ്, വാച്ചർ അരുൺഗോപി, അതോടൊപ്പം തന്നെ റെസ്ക്യൂവർ ആയിട്ടുള്ള ലിജോ KG എന്നിവർ അവിടെ എത്തിയപ്പോൾ ഈ മാൻകുട്ടി വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ ലിജോ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും മാനിനെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതിനുള്ളിൽ തന്നെ മാൻ തീർത്തും അബോധാവസ്ഥയിലായി. ഇതോടുകൂടിയാണ് ഈ CPR അടക്കം നൽകി പിന്നീട് ഈ മാൻകുട്ടിയെ രക്ഷിച്ചത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഏറെ സന്തോഷം നൽകുന്നതാണ് സ്മിത. അതെ, ഒരുപാട് വാർത്തകൾക്കിടയിൽ ഇതുപോലുള്ള വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകർക്കും ഇത് വായിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്നത്, ചാരിതാർത്ഥ്യമുണ്ടാകുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസണിനായുള്ള ഓഡിഷൻ ഇന്നും നാളെയും തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലുള്ള ഫോർട്ട് മാനർ ഹോട്ടലിൽ നടക്കുന്നു. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഓഡിഷൻ നടക്കുന്നത്. പാട്ടുപാടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. ഗസയിലെ റഫേൽ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഇസ്രായേൽ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഉപഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. റഫേൽ മാനുഷിക നഗരം സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണോ അത്? എന്താണ് ഗസയിലെ മാനുഷിക നഗരം? പുതിയ കാല കോൺസെൻട്രേഷൻ ക്യാമ്പ് ആകുമോ? അത് പരിശോധിക്കാം. ഗസയിലെ വിവിധയിടങ്ങളിലെ ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തന നിയന്ത്രണത്തിലെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഗസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫേലാണ് ഏറ്റവുമധികം കെട്ടിടങ്ങൾ തകർന്നത്. റഫേൽ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി അഥവാ മാനുഷിക നഗരം സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് റഫേൽ മാനുഷിക നഗരം സൃഷ്ടിക്കാനുള്ള പദ്ധതി വെളിപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ 6 ലക്ഷത്തോളം പലസ്തീൻകാരെയും പദ്ധതി പൂർത്തിയാകുന്നതോടെ മുഴുവൻ പലസ്തീൻകാരെയും മാനുഷിക നഗരത്തിലെ താമസക്കാരാക്കി മാറ്റാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. മാനുഷിക നഗരത്തിൽ ഹമാസിന് ഇടമുണ്ടാകില്ല. അന്താരാഷ്ട്ര സേനയാകും അവിടുത്തെ നിയന്ത്രണം. $450 കോടി പദ്ധതിയുടെ മുതൽ മുടക്ക്. ഭക്ഷണം, കുടിവെള്ളം എന്നിവയ്ക്കുമേലുള്ള ഹമാസിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക വഴി ഹമാസിന്റെ ശക്തി ക്ഷയിപ്പിക്കലാണ് പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓൾമർട്ട് തന്നെ മാനുഷിക നഗരത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. റഫയുടെ അവശിഷ്ടങ്ങളിൽ ഇസ്രായേൽ പണിയുന്നത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരിക്കുമെന്നും പലസ്തീൻകാരെ അവിടെ നിർബന്ധിച്ച് താമസിപ്പിക്കുന്നത് വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടാണെന്നും ഓൾമർട്ട് കുറ്റപ്പെടുത്തി. ഒരിക്കൽ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനല്ലാതെ പലസ്തീൻകാരെ പുറത്തുവിടില്ലെന്ന ഇസ്രായേൽ കട്സിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അതാണെന്നും ഓൾമർട്ട് വ്യക്തമാക്കി. പലസ്തീൻകാരെ അടിച്ചമർത്താൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ കാല കോൺസെൻട്രേഷൻ ക്യാമ്പാണ് മാനുഷിക നഗരമെന്നും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന്റെ രൂപരേഖയാണ് അതെന്നുമാണ് ഇസ്രായേലി മനുഷ്യാവകാശ പ്രവർത്തകരും അഭിഭാഷകരും പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ട US നീതിന്യായ വകുപ്പ്. മാധ്യമ ഭീമൻ റോബർട്ട് മർഡോക്കിനെതിരെ ട്രംപ് കേസ് ഫയൽ ചെയ്തതിനു പിന്നാലെയാണ് നീക്കം. കുട്ടികളെ ലൈംഗിക കച്ചവടം നടത്തി ജയിലിലായ കുപ്രസിദ്ധ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന് ജന്മദിനാശംസകൾ നേർന്ന് ട്രംപ് എഴുതിയ കത്ത് വിവാദമായിരുന്നു. ഇത് സംബന്ധിച്ച് വാൾസ്ട്രീറ്റ് ജേർണലിൽ വാർത്ത വ്യാജമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. സിറിയയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. സുവായ്ദയിൽ ദുറൂസികളും ബദവി ഗോത്രവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. 2 തവണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മേഖലയിൽ നിന്ന് സിറിയൻ സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങുകയും ചെയ്തതിനു പിന്നാലെയാണ് ഈ ആക്രമണം. $900 കോടി സഹായം റദ്ദാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് അനുമതി. പൊതുമാധ്യമങ്ങൾക്കുള്ള $110 കോടി വിദേശ സഹായമായ $800 കോടി റദ്ദാക്കിയത്. ഫണ്ട് റദ്ദാക്കാൻ അനുകൂലമായി 216 പേരും എതിരായി 213 പേരും വോട്ട് ചെയ്തു.
തെക്കൻ ഗസയിലെ അൽമവാസിയിൽ ഇസ്രായേൽ ആക്രമണം, 5 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഗസയിൽ 30 പലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഉപരോധം കാരണം പലസ്തീനികൾ കടുത്ത പട്ടിണിയിൽ. വിശപ്പ് കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മക്കുറവും ഉണ്ടാകുന്നതായി അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു. പട്ടിണി മരണവും ഉണ്ടാകുന്നുവെന്ന് അബു സാൽമിയ പ്രതികരിച്ചു. ഇസ്രായേൽ ക്രിസ്ത്യൻ പള്ളിയിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഗസയിലെത്തി വിശ്വാസികളെ കണ്ട് പുരോഹിതർ. ഇന്നലെയാണ് മുതിർന്ന ക്രിസ്ത്യൻ പുരോഹിതർ ഗസയിലെത്തി വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗസയിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. അമൃത്സർ സുവർണക്ഷേത്രത്തിനെതിരെ ബോംബ് ഭീഷണി സന്ദേശം അയച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശുഭം ദുബെയാണ് അറസ്റ്റിലായത്. അന്വേഷണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? ഏതെങ്കിലും സൂചനകളോ സംശയങ്ങളോ ആ രീതിയിലുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. അമൃത്സർ സുവർണക്ഷേത്രത്തിലേക്ക് തുടർച്ചയായി 4-5 ദിവസങ്ങളായി എത്തിയ ഭീഷണി സന്ദേശങ്ങളുടെ അന്വേഷണത്തിനൊടുവിലാണ് ശുഭം ദുബെ എന്ന ഹരിയാനയിലെ ഫരീദാബാദ് സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പിടിയിലായിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഇയാളുടെ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നടത്തിയ പരിശോധനയിലുമാണ് ഇത് ഒരാൾ ഒറ്റയ്ക്കല്ല ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് എന്നും ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സംഘത്തിലെ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം പഞ്ചാബ് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. നിലവിൽ തന്നെ തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയെന്നും അന്വേഷണത്തിന് അവരുടെ സഹകരണം തേടിയിട്ടുണ്ട് എന്നുമാണ് പഞ്ചാബ് പോലീസ് അറിയിക്കുന്നത്. ആവശ്യമെങ്കിൽ പഞ്ചാബ് പോലീസ് സംഘം തന്നെ ഈ സ്ഥലങ്ങളിൽ, ഈ സംസ്ഥാനങ്ങളിൽ എത്തി അന്വേഷണം നടത്തും. നിലവിൽ ഈ ശുഭം ദുബെയെ വിശദമായി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ തുടരുന്നു. അതേസമയം ഈ ഭീഷണിയെ തുടർന്ന് പഞ്ചാബ് പോലീസ് സുവർണക്ഷേത്രത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി, ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ നടത്തിപ്പ് ചുമതലയുള്ള സമിതിക്കാണ് ഈ കത്തുകൾ തുടർച്ചയായി ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ വിശദാംശങ്ങളും സമീപകാലത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് പഞ്ചാബ് പോലീസ് അറിയിക്കുന്നത്. സ്മിത, റീജിത്ത്. സുവർണക്ഷേത്രത്തിന് ബോംബ് ഭീഷണിയുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്. പുരാണ കഥാപാത്രമായ യയാതിയുടെ ആധുനികകാല പ്രസക്തിയെ പ്രമേയമാക്കി DM ആക്ട് ഒരുക്കിയ നാടകം യയാതി അരങ്ങിലെത്തി. മാധ്യമപ്രവർത്തകൻ ദിവീഷ് മണിയാണ് ഏകപാത്ര നാടകം അവതരിപ്പിച്ചത്. മാധ്യമപ്രവർത്തകനായ K മധുവാണ് നാടകത്തിന്റെ രചന. AK സുജിത്താണ് സംവിധാനം. ശ്യാംകൃഷ്ണ പ്ലേ ക്യൂറേറ്ററായി. പ്രശസ്ത മോഹനവീണ കലാകാരൻ പോളി വർഗീസ് സംഗീതം നൽകി. തിരുവനന്തപുരത്തെ തൈക്കാട് സൂര്യഗണേശം വേദിയിലായിരുന്നു യയാതിയുടെ ആദ്യ അവതരണം. നോക്കാം ചില പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഉദ്ധവ് താക്കറെയെ രൂക്ഷമായി വിമർശിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ഇത്ര വേഗത്തിൽ നിറം മാറുന്ന ഒന്നിനെ മഹാരാഷ്ട്ര ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പരാമർശം. 2019 ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള സഖ്യം വെടിഞ്ഞത് ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള 7 മാസത്തെ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫണ്ട് അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മാസങ്ങളായി ഫെലോഷിപ്പ് ലഭിക്കാതെ 1400-ലധികം വിദ്യാർത്ഥികളാണ് സാമ്പത്തിക പ്രയാസത്തിലായത്. കുംഭകോണ കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരിക്കെയുള്ള നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ കേസ്. ഗുജറാത്ത് ഗാന്ധിനഗറിൽ വനിതാ ഹോംഗാർഡിന് നേരെ ആസിഡ് ആക്രമണം. വാഹനം ശരിയായി പാർക്ക് ചെയ്യാത്തത് ചോദ്യം ചെയ്തതിനാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആസിഡ് ഒഴിച്ചത്. പ്രതിയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. റോബർട്ട് വദ്രയ്ക്കെതിരായ ED കുറ്റപത്രത്തിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി. വദ്രയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. സത്യം ഒടുവിൽ ജയിക്കുമെന്നും പ്രിയങ്കയും കുടുംബവും ഏതു തരത്തിലുള്ള പീഡനങ്ങളെയും നേരിടുമെന്നും രാഹുൽ ഗാന്ധി. ഇനി കായിക വിശേഷങ്ങളാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യൻ വനിതാ ടീം ഇന്നിറങ്ങും. 2ാം ഏകദിനം ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3:30 ലോർഡ്സിലാണ്.
ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റിന് ജയിച്ച ഇന്ത്യ 3 മത്സര പരമ്പരയിൽ 1-0 മുന്നിലാണ്. 2020-ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും നേടാം എന്ന പ്രതീക്ഷയിലാണ് ഹർമൻപ്രീത് കൗറും സംഘവും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയുടെ വീഴ്ച കാരണം 10 വർഷം നഷ്ടമായ സംഭവത്തിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുവതി VC-ക്ക് പരാതി നൽകി. ചേലമ്പ്ര സ്വദേശി ഫഹീമയാണ് പരാതി നൽകിയത്. യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് നൽകാത്തത് കൊണ്ടാണ് ഹമീമയ്ക്ക് കരിയർ തന്നെ നഷ്ടമായത്. ഒരു അനാസ്ഥ കാരണം ഫഹീമക്ക് നഷ്ടമായത് ജീവിതത്തിൻ്റെ നല്ല കാലമാണ്. 2016 BSc കെമിസ്ട്രി പാസ്സായ ഫഹീമക്ക് പക്ഷേ മാർക്ക് ലിസ്റ്റ് ലഭിച്ചില്ല. പരീക്ഷ എഴുതിയില്ലെന്നും ഉത്തരപേപ്പർ കാണുന്നില്ലെന്നും പറഞ്ഞ് പരീക്ഷാ ഭവൻ റഹീമയെ നടത്തിച്ചത് 1-2 വർഷമല്ല, 10 വർഷം. ആ ഹിയറിങ്ങിന് വിളിച്ച സമയത്താണ് ഞാൻ കറക്റ്റ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ അറിയുന്നത്. ഞാൻ അതുവരെ റീ അഡ്മിഷനാണ് എൻ്റെ ഭാഗത്തുള്ള ഒരു ഫോൾട്ടാണെന്നുള്ള നിലക്കാണ് ഞാൻ നിന്നത്. പക്ഷെ പിന്നെയാണിത് 4 പേപ്പർ മിസ്സിങ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. കോവിഡ് വന്നതോടുകൂടി മൊത്തം ഇവിടെ നിശ്ചലമായി. എന്തിനു വിളിച്ചാലും ഇവിടെ അങ്ങനെ ഒരു ഇതൊന്നും നടക്കുന്നില്ല, റെസ്ട്രിക്ഷനാണ്, അങ്ങോട്ട് വരാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു റെസ്ട്രിക്ഷനാണ്. നിലവിലത്തെ VC രവീന്ദ്രന് പരാതി നൽകിയതോടെ കഴിഞ്ഞ മാസമാണ് മാർക്ക് ലിസ്റ്റ് ലഭിച്ചത്. യൂണിവേഴ്സിറ്റി ഫഹീമയോട് പ്രായശ്ചിത്തവും ചെയ്തു. VC പ്രത്യേക അധികാരം ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേക സീറ്റ് അനുവദിച്ച് പ്രവേശനം നൽകി. തൻ്റെ കരിയർ നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഫഹീമ VC-ക്ക് പരാതി നൽകി. പരാതി ഇപ്പം ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട് VC-ൻ്റെ അടുത്ത്. എനിക്ക് നഷ്ടപരിഹാരത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നുള്ള നിലക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് കയറി എന്തായാലും ഇനി PG ആയാലും BEd ആയാലും എന്ത് ചെയ്താലും എനിക്ക് ജോലി ചെയ്ത് സെറ്റിലാവേണ്ട ടൈം കഴിഞ്ഞ് അത്രക്കും ലാഗായിപ്പോയി. എല്ലാ അർഹതയും ഉണ്ടായിട്ടും ഫഹീമക്ക് നഷ്ടമായത് 10 വർഷമാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി 5 വർഷം ജോലി ചെയ്യേണ്ട സമയം ഇല്ലാതാക്കിയില്ലേ എന്ന ചോദ്യത്തിന് എന്ത് മറുപടി നൽകും? സമീർ ബിൻ കരീം, 24, തിരൂർ. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ സാംസങ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയ സാംസങ് ഗാലക്സി Z Fold 7, Z Flip 7, സാംസങ് ഗാലക്സി വാച്ച് 8 സീരീസ് എന്നിവയുടെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു. ഗാലക്സി Z സീരീസിലെ പുത്തൻ യുഗത്തിന് ആരംഭം കുറിച്ചാണ് ഗാലക്സി Z Fold 7, ഗാലക്സി Z Flip 7 ഫോണുകൾ സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫോൾഡബിൾ ആയ തിക്നെസ് കുറഞ്ഞ ഫോണുകളാണെന്നതാണ് ഇവയുടെ പ്രത്യേകത. ലോഞ്ചിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് മൈജിയും സാംസങ്ങും ഒരുക്കിയിട്ടുള്ളത്. നോക്കാം ഇനി ചില സ്പോർട്സ് വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകൻ മനാലോ മാർക്കേഴ്സ് FC ഗോവയിൽ തിരിച്ചെത്തി. ദേശീയ ടീമിന്റെയും ഗോവൻ സംഘത്തിന്റെയും കോച്ചായി ഒരേ സമയം പ്രവർത്തിച്ച മാർക്കേഴ്സ് 2024-25 സീസൺ സമാപിച്ചതോടെ ISL വിട്ടിരുന്നു. ബെനിറ്റോ മുസോളിനിയുടെ കൊച്ചുമകൻ സീരിയ എയിൽ കളിക്കാനൊരുങ്ങുന്നു. റൊമാനോ ബെനിറ്റോ ഫ്ലോറിയാനി മുസോളിനിയാണ് സീരി എ ടീമായ ക്രിമോണീസിനു വേണ്ടി കളിക്കുക. ലാസിയോയിൽ നിന്നാണ് 22-കാരനായ താരം ടീമിലെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.